ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSCയുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഒക്കെ നമുക്ക് നവംബറിൽ എക്സാം കാണുമെന്ന് പറയുന്നു. എനിവേ നമുക്ക് അതിൻ്റെ ബേസിൽ നമ്മളൊരു 60 ഡേയുടെ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫോർ സബ് എഞ്ചിനീയർ എക്സാംസും അതുപോലെ ഇലക്ട്രീഷ്യൻ എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നവർക്കും യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ 60 ഡേ ടൈം ടേബിൾ അനുസരിച്ച് 1 വീക്ക് കഴിഞ്ഞിട്ടുണ്ട്. Day 1 to Day 6 വരെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച പോർഷൻസിൻ്റെ മോഡൽ എക്സാമാണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. ഓക്കെ, ഇന്ന് നമുക്കതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ യൂട്യൂബിൽ നോക്കാം. അല്ലാത്ത ക്വസ്റ്റ്യൻസ് എല്ലാം അല്ലാതെ നമുക്കൊരു 300ഓളം ക്വസ്റ്റ്യൻസ് ലൈവായിട്ട് നമ്മൾ അക്കാഡമിയിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. രാവിലെ 10:30 ഒരു ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ 3 മണിക്ക് ഒരു ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ രാത്രി 8 മണിക്കും ഒരു ക്ലാസ് ഉണ്ട്. ഈ 3 ക്ലാസ് നമ്മുടെ കഴിഞ്ഞ ഒരാഴ്ച പഠിപ്പിച്ച പോർഷൻസിൻ്റെ ടോപ്പിക് വൈസ് MCQ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ആയിരിക്കും പവർ സിസ്റ്റത്തിൻ്റെ. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈവ് വരാൻ നോക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ 60 ഡേ ടൈം ടേബിൾ ഇനിയും ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. അടുത്ത വീക്ക് മുതൽ കറക്റ്റായിട്ട് പഠിച്ചു തുടങ്ങാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാം ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. നമ്മൾ കറക്റ്റായിട്ട് അപ്ഡേറ്റ്സ് ആയിട്ട് ഓരോ ദിവസത്തെ പോർഷൻസും അതിൻ്റെ തിയറി ക്ലാസ്സും നോട്ട്സും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അയക്കുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ആയവർക്ക് എൻ്റെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ പമ്പ് ഓപ്പറേറ്റർ ഒരു പുതിയ ബാച്ചും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് ആയവർക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ അക്കാഡമിയിൽ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ബാച്ച് കോഴ്സ് ഡീറ്റെയിൽസ് നോക്കാം. ഡിഗ്രി ലെവൽ അതുപോലെ LDC സെക്രട്ടറി അസിസ്റ്റൻറ്റ് എക്സാംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് 45 ഡേയുടെ കോഴ്സ് 4th ഓഗസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ് ക്ലാസ് എടുക്കുന്നത്. അതുപോലെ തന്നെ 5th ഓഗസ്റ്റ് LDCയുടെ ഒരു ബാച്ചും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അൾട്ടിമേറ്റ് മോക്ക് ടെസ്റ്റ് സീരീസ് ഉണ്ട്. ഫ്രീ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് സീരീസ് ആണ്. ഓഗസ്റ്റ് 15, 22, 29 ഇനിയുള്ളത്. 2 മണിക്ക് നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക്, അതുപോലെ തന്നെ 8 മണിക്ക് LDC എക്സാംസ്. അതിൽ ഫസ്റ്റ് കിട്ടുന്നവർക്ക് ഫ്രീ ആയിട്ടുള്ള 1 ഇയർ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. 2nd to 5th കിട്ടുന്നവർക്ക് 75% സ്കോളർഷിപ്പ് ഓൺ 1 ഇയർ സബ്സ്ക്രിപ്ഷൻ ആണ്. 6th to 10th കിട്ടുന്നവർക്ക് 50% സ്കോളർഷിപ്പ് ഓൺ 1 ഇയർ സബ്സ്ക്രിപ്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യൂ. അതുപോലെ തന്നെ പ്ലസ്സിലുള്ളവർക്ക് കംപ്ലീറ്റ് സിലബസ്, അൺലിമിറ്റഡ് പ്രാക്ടീസ് ടെസ്റ്റ്, അൺലിമിറ്റഡ് PDF നോട്ട്സ്, റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ ബൈ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സും ആയിരിക്കും. അപ്പോൾ ഓരോ മന്ത്ലി ഫീസും തന്നിട്ടുണ്ട്. എൻ്റെ റെഫറൽ കോഡ് സീനു ആൻസി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഓഫ് ലഭിക്കുന്നതാണ്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ Day 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. Day 1 മുതൽ Day 6 വരെയുള്ള എല്ലാ പോർഷൻസും നമ്മൾ കവറപ്പ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മൾ പോർഷൻസ് എല്ലാം ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്. എല്ലാവരും പഠിച്ചു കാണുമെന്ന് കരുതുന്നു. അപ്പോൾ അതിൻ്റെ ബേസ് നമ്മൾ Day 7 നമ്മൾ ഇന്ന് എക്സാമാണ്. ഈ ഒരാഴ്ച പഠിപ്പിച്ച പോർഷൻസിൻ്റെ എക്സാമാണ്. കറക്റ്റ് നമ്മൾ ടൈം ടേബിൾ ഫുൾ നമ്മൾ 2 മാസം കൊണ്ട് കറക്റ്റ് നമ്മൾ ടൈം ടേബിൾ ഫുൾ, സിലബസ് ഫുൾ, കറക്റ്റ് നമ്മുടെ AEയുടെയും അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അതുപോലെ സബ് എഞ്ചിനീയറിൻ്റെ എല്ലാം സിലബസ് നമ്മൾ ഫുൾ കവറപ്പ് ആവും. നമുക്ക് സബ് എഞ്ചിനീയറിൻ്റെ നോട്ടിഫിക്കേഷൻ ഈ വർഷമല്ല, ഈ മാസം ലാസ്റ്റ് വരുമെന്ന് പറയുന്നു. ഓക്കെ, എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ കേരള PSCയുടെ അപ്രൂവൽ കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. ഓക്കെ, എനിവേ നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാം. സബ് എഞ്ചിനീയർ നല്ല കോമ്പറ്റീഷനുള്ള എക്സാമാണ്, നല്ല വേക്കൻസീസും ഉള്ള ഒരു എക്സാമാണ്. അപ്പോൾ അത് തന്നെ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക, റിവൈസ് ചെയ്യുക. മാക്സിമം റിവൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് പോർഷൻസ് എല്ലാം നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ Day 6 വരെയുള്ള പോർഷൻസിൻ്റെ റിവിഷനാണ് ഇന്ന്. മോഡൽ എക്സാമാണ്. എല്ലാവരും ലൈവ് വരിക. ഓക്കെ, കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ റാങ്കൈൻ സൈക്കിൾ ദ വർക്ക് ഔട്ട്പുട്ട് ഫ്രം എ ടർബൈൻ ഈസ് ഗിവൺ ബൈ change of entropy between inlet and output, change in temperature between inlet and output, change of enthalpy between inlet and output, change in internal energy between inlet and output. ഏതാണ് വരുന്നത്? ഇൻ റാങ്കൈൻ സൈക്കിൾ ദ വർക്ക് ഔട്ട്പുട്ട് ഫ്രം എ ടർബൈൻ ഈസ് ഗിവൺ ബൈ ദി ഓപ്ഷൻ C ആണ് വരുന്നത്. ചേഞ്ച് ഓഫ് എൻതാൽപ്പി ബിറ്റ്വീൻ ഇൻലെറ്റ് ആൻഡ് ഔട്ട്പുട്ട് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മാക്സിമം എഫിഷ്യൻസി ഓഫ് മോഡേൺ കോൾ ഫയർഡ് സ്റ്റീം റേസിംഗ് തെർമൽ പവർ പ്ലാന്റ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു എബൌട്ട് 0.35 ആണ്. ഇത് ലോ വാല്യൂലോട്ട് ആക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ലോ ഓൾട്ടർനേറ്റീവ് എഫിഷ്യൻസി ആണോ, ഹൈ എനർജി ലോസ് ഇൻ ബോയിലർ ആണോ, അതോ ലോ സ്റ്റീം ടർബൈൻ മെക്കാനിക്കൽ എഫിഷ്യൻസി ആണോ, അതോ ഹൈ എനർജി ലോസ് ഫ്രം ടർബൈൻ എക്സോസ്റ്റ് ടു കണ്ടൻസർ ആണോ? അപ്പോൾ കോൾ ഫയർ സിസ്റ്റത്തിൻ്റെ റേസിംഗ് തെർമൽ പവർ പ്ലാന്റിൻ്റെ എഫിഷ്യൻസി കുറച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഒരു 35% ഒക്കെ ആക്കിയിട്ടുണ്ട്. ബിക്കോസ് ഓഫ് ദി ഹൈ എനർജി ലോസ് ഫ്രം ടർബൈൻ എക്സോസ്റ്റ് ടു കണ്ടൻസറിൽ കുറേ എനർജി ലോസ് ആയി പോകുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പവർ ഔട്ട്പുട്ട് ഓഫ് എ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഈസ് പ്രപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ദി റേറ്റ് അറ്റ് വിച്ച് ഫിഷൻ റിയാക്ഷൻ ഒക്കേഴ്സ് ആണോ, ദ റേറ്റ് അറ്റ് വിച്ച് ഫിഷൻ റിയാക്ഷൻ ഒക്കേഴ്സ് ആണോ, സ്ക്വയർ ഓഫ് ദി റേറ്റ് അറ്റ് വിച്ച് ഫിഷൻ റിയാക്ഷൻ ഒക്കേഴ്സ് ആണോ? പവർ ഔട്ട്പുട്ട് ഓഫ് എ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു, ഇറ്റ് ഈസ് ഓപ്ഷൻ C ആണ് വരുന്നത്, ദ റേറ്റ് അറ്റ് വിച്ച് ഫിഷൻ റിയാക്ഷൻ ഒക്കേഴ്സ്. അടുത്ത 4th ക്വസ്റ്റ്യൻ, ദ ഓവറോൾ എഫിഷ്യൻസി ഓഫ് എ സ്റ്റീം പവർ പ്ലാന്റ് ഈസ് ഈക്വൽ ടു റാങ്കൈൻ സൈക്കിളാണോ, റീജനറേറ്റീവ് സൈക്കിളാണോ, പ്രോഡക്റ്റ് ഓഫ് ബോയിലർ എഫിഷ്യൻസി, ടർബൈൻ എഫിഷ്യൻസി ആൻഡ് ജനറേറ്റർ എഫിഷ്യൻസി ആണോ, ബൈനറി വേപ്പർ സൈക്കിളാണോ? ഏതാണ്? ദ ഓവറോൾ എഫിഷ്യൻസി ഓഫ് എ സ്റ്റീം പവർ പ്ലാന്റ് ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ബോയിലർ എഫിഷ്യൻസി, ടർബൈൻ എഫിഷ്യൻസി ആൻഡ് ജനറേറ്റർ എഫിഷ്യൻസി ആണ്.
എന്താണ് ഒരു ഓവറോൾ എഫിഷ്യൻസി ഓഫ് എ സ്റ്റീം പവർ പ്ലാന്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ദ റേഷ്യോ ഓഫ് ഹീറ്റ് ഇക്വലൻ്റ് ഓഫ് ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് ടു ദ ഹീറ്റ് കമ്പഷൻ ആണ്. എന്തിൻ്റെയൊക്കെ റേഷ്യോ ആണ്? ഹീറ്റ് ഇക്വലൻ്റ് ടു ദ ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് ടു ദ ഹീറ്റ് കമ്പഷൻ ആണ് അതിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. തെർമൽ എഫിഷ്യൻസിനും ഇലക്ട്രിക്കൽ എഫിഷ്യൻസിനും പ്രോഡക്റ്റ് ആണ്. തെർമൽ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ഓഫ് ടർബൈനും ബോയിലർ എഫിഷ്യൻസി ആയിരിക്കും. ഇലക്ട്രിക്കൽ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഈക്വൽ ടു ജനറേറ്റർ എഫിഷ്യൻസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ തരുന്ന തിയറിയും കൂടെ വായിച്ച് നോക്കി പഠിക്കാം. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് കോൺട്രിബ്യൂട്ട്സ് ടു ദ റാങ്കിൻ സൈക്കിൾ എഫിഷ്യൻസി ഇംപ്രൂവ്മെൻറ്റ് ഇൻ എ തെർമൽ പവർ പ്ലാന്റ്? യൂസ് ഓഫ് എ സ്റ്റീം ഫോർ ഹീറ്റിംഗ് ഓഫ് ബോയിലർ ഫീഡ് വാട്ടർ, യൂസ് ഓഫ് ഹൈ പ്രഷർ, റീഹീറ്റ് ഓഫ് സ്റ്റീം ആൻഡ് ഇൻ്റർമീഡിയറ്റ് സ്റ്റേജസ്, ഓൾ ഓഫ് ആൻസേഴ്സ്. ഏതാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന റാങ്കിൻ സൈക്കിൾ എഫിഷ്യൻസിയുടെ ഇംപ്രൂവ്മെൻറ്റ് ഇൻ തെർമൽ പവർ പ്ലാന്റ്? എല്ലാ ആൻസേഴ്സും വരുന്നുണ്ട്, എല്ലാ ആൻസേഴ്സും കറക്റ്റാണ്. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഫോൾസ്? താഴെ തന്നിരിക്കുന്നതിൽ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഇൻ ന്യൂക്ലിയർ റിയാക്ടർ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ഈസ് കെപ്റ്റ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 1. ഇൻ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് ചെയിൻ റിയാക്ഷൻ ഈസ് കൺട്രോൾഡ് ബൈ കാഡ്മിയം റോഡ്സ്. എ തെർമൽ റിയാക്ടർ നീഡ്സ് എ മോഡറേറ്റർ മെറ്റീരിയൽ. ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് ആർ യൂസ്ഡ് എസ് പീക്ക് ലോഡ് പ്ലാന്റ്സ് ഓൺലി. ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഫോൾസ് ആയി വരുന്നത്? ഇറ്റ് ഈസ് ഓപ്ഷൻ സി, തെർമൽ റിയാക്ടർ നീഡ്സ് എ മോഡറേറ്റർ മെറ്റീരിയൽ. ആവശ്യമില്ല, അത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഈ തെർമൽ പവർ സ്റ്റേഷൻ നീഡ് സ്പേസ്. തെർമൽ പവർ സ്റ്റേഷന് സ്പേസ് വേണം. എന്തുകൊണ്ടാണ്? ഏതിനെ അപേക്ഷിച്ചാണ്? ലെസ് ദാൻ ദ റിക്വയർഡ് ബൈ ഗ്യാസ് ടർബൈൻ പവർ പ്ലാന്റ് ഓഫ് സെയിം ഔട്ട്പുട്ട് ആണോ? ലെസ് ദാൻ റിക്വയർഡ് ബൈ അറ്റോമിക് പവർ സ്റ്റേഷൻ ഓഫ് ദി സെയിം ഔട്ട്പുട്ട് ആണോ? ലെസ് ദാൻ ദ റിക്വയർഡ് ബൈ ദി ഹൈഡ്രോ പവർ സ്റ്റേഷൻ ഓഫ് സെയിം കപ്പാസിറ്റി ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് വരുന്നത്, ലെസ് ദാൻ ദി റിക്വയർഡ് ബൈ ഹൈഡ്രോ പവർ സ്റ്റേഷൻ ഓഫ് സെയിം കപ്പാസിറ്റി ആണ്. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ, പൈപ്സ് ക്യാരിങ് സ്റ്റീംസ് ആർ ജനറലി ഓഫ്. എന്തായിരിക്കും? അലുമിനിയം ആണോ, കാസ്റ്റ് അയൺ ആണോ, സ്റ്റീൽ ആണോ, കൊബാൾട്ട് ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ സി, സ്റ്റീൽ ആണ്. അടുത്ത ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ തെർമൽ പവർ പ്ലാന്റ് പ്രഷർ ഇൻ ദ വർക്കിംഗ് ഫ്ലൂയിഡ് സൈക്കിൾ ഈസ് ഡെവലപ്ഡ് ബൈ. തെർമൽ പവർ പ്ലാന്റ് പ്രഷർ ഇൻ ദ വർക്കിംഗ് ഫ്ലൂയിഡ് ഈസ് ഡെവലപ്ഡ് ബൈ കണ്ടൻസർ, ടർബൈൻ, സൂപ്പർ ഹീറ്റർ, ഫീഡ് വാട്ടർ പമ്പ്. ഇറ്റ് ഈസ് ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി, ഫീഡ് വാട്ടർ പമ്പ്. അടുത്ത പത്താമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് പവർ പ്ലാന്റ് ഈസ് ഫ്രീ ഫ്രം എൻവിറോൺമെൻറ്റൽ പൊല്യൂഷൻ? ഏതായിരിക്കും? അതെല്ലാവർക്കും അറിയാം, ഹൈഡ്രോ ഇലക്ട്രിക് ആണ്. ഇതൊരിക്കലും ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്ലാന്റ് ഹാസ് ദി മാക്സിമം ക്യാപിറ്റൽ കോസ്റ്റ്? ഇതും ചോദിച്ചിട്ടുണ്ട്. സ്റ്റീം ആണോ, ന്യൂക്ലിയർ ആണോ, ഹൈഡ്രോ ആണോ, ഡീസൽ ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, ന്യൂക്ലിയർ ആണ്, മാക്സിമം ക്യാപിറ്റൽ കോസ്റ്റ്. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഓഫ് തെർമൽ പവർ സ്റ്റേഷൻ ഈസ്. തെർമൽ പവർ സ്റ്റേഷൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ഡീസൽ പവർ പ്ലാന്റ് ആണ്, ലെസ് ദാൻ ദാറ്റ് ഓഫ് ഡീസൽ പവർ പ്ലാന്റ്. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് പവർ പ്ലാന്റ് നീഡ് ഹൈലി സ്കിൽഡ് ഓർ ക്വാളിഫൈഡ് എഞ്ചിനീയേഴ്സ് ഫോർ ഇറ്റ്സ് ഓപ്പറേഷൻ? ഏത് പവർ പ്ലാന്റിലായിരിക്കും ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ് ആവശ്യമുള്ളത്? ഗ്യാസ് ടർബൈൻ ആണോ, തെർമൽ ആണോ, ഹൈഡ്രോ ആണോ, ന്യൂക്ലിയർ ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, ന്യൂക്ലിയർ പവർ പ്ലാന്റ്. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ സ്റ്റീം പവർ പ്ലാന്റ് ദ ഫീഡ് വാട്ടർ കമ്മിങ് ടു ദ എക്കണോമൈസർ ഈസ് ഹീറ്റഡ്. ദ ഫീഡ് വാട്ടർ കമ്മിങ് ടു ദ എക്കണോമൈസർ ഈസ് ഹീറ്റഡ് യൂസിങ്. എങ്ങനെയാണ് ഫീഡ് വാട്ടർ കമ്മിങ് ടു ദ എക്കണോമൈസർ ഹീറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ്? ഡയറക്റ്റ് ഹീറ്റ് ഇൻ ദ ഫർണൈസ് ആണോ, ഹൈ പ്രഷർ സ്റ്റീം ആണോ, ലോ പ്രഷർ സ്റ്റീം ആണോ, അതോ ഫ്ലൂ ഗ്യാസ് ആണോ? ഫ്ലൂ ഗ്യാസ് ആണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വർക്കിംഗ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് എഫിഷ്യൻസി ഓഫ് എ നോർമൽ തെർമൽ പവർ സ്റ്റേഷൻ്റെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഒരു 30 to 40% ആണ്. അടുത്ത്, ദ സ്റ്റീം പവർ പ്ലാന്റ് എഫിഷ്യൻസി ക്യാൻ ബി ഇംപ്രൂവ്ഡ് ബൈ. നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം? യൂസിങ് ഹൈ ടെമ്പറേച്ചർ, ഹൈ പ്രഷർ സ്റ്റീമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാം. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ജനറേറ്റിംഗ് പ്ലാന്റ്സ് ആസ് ദി മിനിമം ഓപ്പറേറ്റിംഗ് കോസ്റ്റ്? മിനിമം ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഇതും ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. ഏതാണ്? ഇറ്റ് ഇസ് ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ്, മിനിമം ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ, ഓൺ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സൈക്കിൾ ഡസ് എ മോഡേൺ സ്റ്റീം പവർ പ്ലാന്റ് വർക്ക്? ഏത് സൈക്കിളിലാണ്? ഇതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. റാങ്കിൻ സൈക്കിൾ, ബെൽ കോളം സൈക്കിൾ, കാർനോട്ട് സൈക്കിൾ, ഓട്ടൈഡ് സൈക്കിൾ. ഇറ്റ് ഈസ് ഓപ്ഷൻ എ, റാങ്കിൻ സൈക്കിൾ. റാങ്കിൻ സൈക്കിൾ എഫിഷ്യൻസി ഓഫ് എ സ്റ്റീം പവർ പ്ലാന്റ് എത്രയാണ്? റാങ്കിൻ സൈക്കിൾ എഫിഷ്യൻസി ഓഫ് എ സ്റ്റീം പവർ പ്ലാന്റ് ഇറ്റ് ഇസ് 30 to 45%. ഇത് 20 ക്വസ്റ്റ്യൻ, The electrical supply authority supplies power to the consumer through a low voltage 3-phase 4-wire distribution system is called. ഏതായിരിക്കും? പ്രൈമറി ആണോ, പ്രൈമറി ട്രാൻസ്മിഷൻ ആണോ, ഡിസ്ട്രിബ്യൂഷൻ ആണോ, സെക്കൻഡറി ട്രാൻസ്മിഷൻ ആണോ, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യൻ, ദ ക്രൈറ്റീരിയൻ ഫോർ സെലക്ഷൻ ഓഫ് ദി സൈസ് ഓഫ് ദി കണ്ടക്ടർ ഫോർ എ ഫീഡർ ഈസ്. ഏത് ക്രൈറ്റീരിയൻ ആണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ സി, ടെമ്പറേച്ചർ റൈസ് ആണ്. ഒരു ഫീഡർ എന്നൊരു കണ്ടക്ടറാണ്, ഹാവിങ് കോൺസ്റ്റൻറ്റ് കറണ്ട് ഡെൻസിറ്റി ആണ്. സൈസ് ഓഫ് ദി ഫീഡർ ഡിസൈൻ ചെയ്യുന്ന ബേസ്ഡ് ഓൺ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ആണ്. വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ
ലെസ് ദാൻ 220 വോൾട്ട് ആണ്, 220 കിലോ വോൾട്ട് ആണെങ്കിൽ കണ്ടക്ടറിൻ്റെ സെലക്ഷൻ എന്ന് പറയുമ്പോൾ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റിയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വോൾട്ടേജ് ലെസ് ദാൻ 220 വോൾട്ട് ആണെങ്കിൽ കണ്ടക്ടറിൻ്റെ സെലക്ഷൻ എന്ന് പറയുമ്പം കോൺസെപ്റ്റ് ഓഫ് കൊറോണ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിനെ ബേസ് ചെയ്താണ്. ഈ രണ്ട് കേസിലും നമ്മുടെ പവർ ലോസ് എന്ന് പറയുന്നത് നമ്മുടെ ടെമ്പറേച്ചർ റൈസ് ഇൻ ദ കണ്ടക്ടറിന് നയിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ സെലക്ഷൻ ഓഫ് ദി സൈസ് ഓഫ് ദി കണ്ടക്ടർ ഫോർ ദി ഫീഡർ ഡിസൈൻ ചെയ്യുന്നതും എന്തിൻ്റെ ബേസിലാണ്? ടെമ്പറേച്ചർ റൈസ്. ഇതെല്ലാം പഠിച്ചോണം. ഓക്കെ, അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ, X/R റേഷ്യോ ഫോർ എ ഡിസ്ട്രിബ്യൂഷൻ ലൈൻസ്. X/R റേഷ്യോ ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ ലൈൻ ഈസ് X/R എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണ്. ഓക്കെ, ഒരു ഗിവൺ കണ്ടക്ടർ സൈസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സെയിം ആണ്. ബോത്ത് ടൈപ്പ് ഓഫ് ലൈൻസിലും റെസിസ്റ്റൻസ് സെയിം ആണ്. ഓക്കെ, നമ്മൾ അണ്ടർഗ്രൗണ്ട് നെറ്റ്വർക്ക് കേബിൾസിലൊക്കെ നമ്മുടെ X/R റേഷ്യോ എന്ന് പറഞ്ഞാൽ വളരെ സ്മോളും ആണ്. ഇറ്റ് മേ ബി സ്മോളർ ദാൻ 1 ആയിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ X/R റേഷ്യോ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 1 ആണ് ഫോർ ആർക്ക്. ഏതിലൊക്കെയാണ് എഴുതിയിട്ടുണ്ട്? ട്രാൻസ്മിഷൻ ലൈനും ഡിസ്ട്രിബ്യൂഷൻ ലൈനും. ഓക്കെ, അപ്പോൾ അതൊക്കെ നോക്കുക കേട്ടോ. അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ, ദ ലോഡ് സൈഡ് ഓഫ് ടിപ്പിക്കൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഈസ്. ഓക്കെ, ലോഡ് സൈഡ് ഓഫ് എ ടിപ്പിക്കൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഹാസ് എന്താണ്? ഇറ്റ് ഹാസ് 4 വയർ 440 വോൾട്ട് ആണ്. 4 വയർ 440 വോൾട്ട്. അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഹൈ വോൾട്ടേജ് ലൈൻ വിച്ച് ഫീഡ് ദ സബ്സ്റ്റേഷൻ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ പ്രസൻറ്റ്. ഏത് വോൾട്ടേജ് ലൈനിലാണുള്ളത്? ഇറ്റ് ഈസ് ഏതായിരിക്കും? സെക്കൻഡറി ട്രാൻസ്മിഷൻ ആണോ, പ്രൈമറി ആണോ, പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ആണോ, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ സി, പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് കണക്ട് ദ കൺസ്യൂമർ ടെർമിനൽസ് ടു ദ ഡിസ്ട്രിബ്യൂഷൻ. അതും ചോദിച്ചിട്ടുള്ളതാണ്. ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, സർവീസ് മെയിൻസ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഓരോന്നും തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് നമ്മുടെ പവർ സിസ്റ്റത്തിൽ വെച്ച് ഡിസ്ട്രിബ്യൂട്ട് ഇലക്ട്രിക്കൽ പവറിന് ലോക്കൽ യൂസിന് വേണ്ടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയും. അതിനകത്ത് എന്തൊക്കെ കാണും? ട്രാൻസ്മിഷൻ സിസ്റ്റം കാണും, കൺസ്യൂമർ മീറ്റേഴ്സ് കാണും, മെയിൻലി ഫീഡേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും സർവീസ് മെയിനും ആണ്. എന്താണ് ഫീഡർ എന്ന് വെച്ചാൽ? ഒരു കണ്ടക്ടറാണ്. അത് നമ്മുടെ സബ്സ്റ്റേഷനിലോട്ട് കണക്ട് സബ്സ്റ്റേഷൻ ടു ദ ഏരിയ വേർ ദി പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, നമ്മുടെ ഡിസൈൻ ഓഫ് ഫീഡറിൻ്റെ മെയിൻ കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റിയാണ്. പിന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കണ്ടക്ടറാണ്. ഫ്രം വിച്ച് ടാപ്പിംഗ്സ് ആർ ടേക്കൺ ഫ്രം സപ്ലൈ ടു ദ കൺസ്യൂമേഴ്സ് ആണ്. നമ്മുടെ ഫിഗർ നോക്കുകയാണെങ്കിൽ നമ്മുടെ AB, BC, CD, DA ആണ് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ഫിഗർ നോക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടറിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുമ്പോൾ നോട്ട് കോൺസ്റ്റൻ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ ടാപ്പിംഗ്സ് എടുക്കുകയാണല്ലേ, വേരിയസ് പ്ലേസസ് എലോങ് ലെങ്തിൽ ടാപ്പിംഗ്സ് എടുക്കുന്നുണ്ട്. ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ് എലോങ് ദി ലൈൻ നമ്മൾ മെയിൻ കൺസിഡറേഷനായിട്ട് എടുക്കണം. കാരണം അതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ഓഫ് ദി വോൾട്ടേജ് വേരിയേഷൻ എന്ന് പറയുന്നത് ±6% ഓഫ് ദി റേറ്റഡ് വാല്യൂ ഓഫ് ദി കൺസ്യൂമർ ടെർമിനൽസ് ആയിരിക്കും. ഇതൊക്കെ പഠിക്കണം കേട്ടോ. ഇതിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സർവീസ് മെയിൻ എന്ന് പറയുമ്പോൾ ജനറലി ഒരു സ്മോൾ കേബിളാണ്. നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടറിനെ കണക്ട് ഡിസ്ട്രിബ്യൂട്ടർ ടു ദ കൺസ്യൂമർ ടെർമിനലോട്ട് കണക്ട് ചെയ്യുന്നതാണ് നമ്മുടെ സർവീസ് മെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിഗർ നോക്കി പഠിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, എ ഫീഡർ 26ാമത്തെ ക്വസ്റ്റ്യൻ, എ ഫീഡർ ഇൻ എ ട്രാൻസ്മിഷൻ സിസ്റ്റം ഫീഡ്സ് പവർ ടു എന്നാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞതേ ഉള്ളൂ, പവർ ടു ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ഓക്കെ, അടുത്ത 27ാമത്തെ ക്വസ്റ്റ്യൻ, when feeder ring distributes energy from 2 or more than 2 production plants, then this distribution system is called. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ട്സ് എനർജി ഫ്രം 2 or more than 2 പ്രൊഡക്ഷൻ പ്ലാന്റ് ആണെങ്കിൽ അതെന്താണ്? ഒരു ഇൻ്റർ കണക്റ്റഡ് സിസ്റ്റം ആയിരിക്കും. ഓക്കെ, അപ്പോൾ റേഡിയൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, റിംഗ് മെയിൻ സിസ്റ്റവും ഇൻ്റർ കണക്റ്റഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനെ കുറിച്ച് നോട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾ വായിച്ച് നോക്കി പഠിക്കാം. ഓക്കെ, എ റേഡിയൽ പവർ സിസ്റ്റം ഈസ് റെപ്രസെൻറ്റഡ് ബൈ. ഒരു റേഡിയൽ പവർ സിസ്റ്റം നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഓക്കെ, ഒരു ക്ലോസ്ഡ് പാത്താണോ, ക്ലോസ്ഡ് ആൻഡ് ഓപ്പൺ പാത്താണോ, ഒള്ളി ഓപ്പൺ പാത്താണോ, നൺ ഓഫ് ദി അതർ ഓപ്ഷൻസ്. ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്, ഒള്ളി ഓപ്പൺ പാത്ത്. അടുത്ത 29ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സിസ്റ്റം ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫേഴ്സ് ദ ബെസ്റ്റ് എക്കണോമി അറ്റ് ഹൈ വോൾട്ടേജ്. ഹൈ വോൾട്ടേജിൽ ബെസ്റ്റ് എക്കണോമി ഇതാണ്. ഇറ്റ് ഈസ് നമ്മുടെ ഡയറക്റ്റ് കറണ്ട് സിസ്റ്റമാണ്, DC സിസ്റ്റമാണ്. അടുത്ത 30ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Okay, the choice of electrical system for an aero turbine is guided by the following factors. Aero turbine ആണ്, type of electrical output ആണോ, aero turbine rotational speed ആണോ, the utilization of electrical energy input. ഏതാണ് കറക്റ്റ്? 1 and 2 ആണോ, 2 and 3 ആണോ, 1 3 ആണോ, 1 2 and 3 ആണോ? ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഏതാണ് കറക്റ്റ് വരുന്നത്? ഓക്കെ, 1 2 and 3 എല്ലാം കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ 30 ക്വസ്റ്റ്യൻസ്. ഓക്കെ, എല്ലാവരും പഠിക്കുക, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ ലൈവ് വരാൻ മറക്കരുത്. നമുക്ക് രാവിലെ 10:30 3 മണിക്കുണ്ട്, അതുപോലെ തന്നെ രാത്രി 8 മണിക്കുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. എല്ലാ ടോപ്പിക്സും നല്ലതുപോലെ റിവൈസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, കറക്റ്റ് നമ്മുടെ സിലബസ് ഫുൾ നിങ്ങൾ 2 മാസം കൊണ്ട് കംപ്ലീറ്റ് ആക്കുക. ഓക്കെ, ഇനിയും തുടങ്ങാത്തവർ സെക്കൻഡ് വീക്ക് മുതലെങ്കിലും കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. നമ്മുടെ ഫുൾ സിലബസ് നമുക്ക് ഫിനിഷ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഇത് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.